ഹായ്, ഹലോ. നമ്മളേ ഓണം കൊള്ളാൻ പോവാണേ. അപ്പൊ നമ്മള് മെയിനായിട്ട് നമുക്ക് ആവശ്യമുള്ള സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കി, നമ്മുടെ തുമ്പച്ചെടിയാണ്. ഇത് നമ്മൾ കുറേ തപ്പിയാൽ എവിടുന്നെങ്കിലൊക്കെ എന്തെങ്കിലും കിട്ടും. ഞാനും അമ്മാമ്മയും അത് പറിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പൂ പറിക്കാൻ പോയി. എന്തോ ഭാഗ്യത്തിന് പാമ്പൊന്നും കുത്തിയില്ല. ഏതോ കാട്ടിലൊക്കെ പോയിട്ട് മഞ്ഞക്കോളാമ്പി ഞങ്ങള് പറിച്ചത്. അവിടെ അത്യാവശ്യം കുറേ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് പോന്ന് കഴിഞ്ഞിട്ട് നമുക്കിതാ ഈ ഒരു കവറ് നിറയെ പൂവ് കിട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നത്തെ പരിപാടിന്ന് വെച്ചാൽ വിളക്കൊക്കെ കഴുകണം, അട ഉണ്ടാക്കണം. അതൊക്കെ അമ്മ ചെയ്തു. അട ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ അമ്മയുടെ പണിയായിരുന്നു. അപ്പൊ നമ്മൾ ഈ അട ഉണ്ടാക്കുമ്പോ ഇതില് ഉപ്പും ഇടില്ല, അതേമാതിരി മധുരം ഇടില്ല. ജസ്റ്റ് അരിപ്പൊടി നനച്ച് അതില് നമ്മള് അട പോലെ പരത്തിയിട്ട് അതില് ജസ്റ്റ് നാളികേരം വെക്കും. പിന്നെ പൂവ് നുറുക്കണ പരിപാടിയൊക്കെ ഞാൻ അമ്മമ്മയ്ക്ക് ഇട്ട് കൊടുത്തു. എനിക്ക് നേരം ഉണ്ടായിരുന്നില്ല. ഞാൻ ഏറ്റെടുത്തത് എന്തിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൃക്കാക്കരപ്പന ഒരുക്കണല്ലോ. അതില് നമ്മള് ഇങ്ങനെ അരിമാവൊക്കെ ഒഴിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അത് ഞാൻ അങ്ങോട്ട് ഏറ്റെടുത്തു. അതൊരു നമ്മളൊരു 4 എണ്ണത്തില് ഇങ്ങനെ ഇതേമാതിരി ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് ഈ സംഭവം എനിക്ക് വരയ്ക്കാൻ അറിയില്ല. അത് അത് അമ്മേനെ ഏൽപ്പിച്ചു. അത് അമ്മ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മള് തൃക്കാക്കരപ്പനയൊക്കെ വെച്ച് ഒക്കെ നമ്മുടെ തുമ്പച്ചെടിയൊക്കെ നമുക്ക് എവിടുന്നൊക്കെയോ തപ്പി കൊറേ കിട്ടി. ആവശ്യത്തിന് കിട്ടി. അപ്പൊ അതൊക്കെ വെച്ച് പൂവൊക്കെ കുത്തി നമ്മൾ തൃക്കാക്കരപ്പന ഒരുക്കി. മാവേലീനെ വരവേൽക്കാനായിട്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ തൃക്കാക്കരപ്പന്റെ ഫൈനൽ ലുക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് അട വെച്ചു. നമ്മുടെ മാവേലിക്ക് കഴിക്കാനുള്ള അട വെച്ചു. പിന്നെ ഇതൊക്കെ പൂജിച്ചു. പിന്നെ എന്നിട്ട് നാളികേരം പൊളിച്ച് കഴിഞ്ഞിട്ട് നമ്മള് അത് അവിടെ വെച്ചു. അതിന്റെ ഒരു സംഭവമുണ്ട്. അത് അമ്മാമ്മ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയണേ. നമ്മൾ ഈ നാളികേരം പൊളിച്ച് കഴിഞ്ഞിട്ട് രണ്ടായിട്ട് ഇതാക്കിയിട്ട് അവിടെ വെക്കും. എന്നിട്ട് അതിൽ നമ്മള് 2 തുമ്പപ്പൂവ് എടുത്തിട്ട് ആ നാളികേരത്തില് ഇടും. അത് വേഗം ഓടിച്ചെന്ന് കര കയറണം എന്നാണ് പറയുന്നത്. ഞങ്ങ വെച്ചപ്പോ അതില് ഒരെണ്ണം മാത്രാ ജസ്റ്റ് കര കയറിയുള്ളൂ. മറ്റേത് അവിടെ ചെന്ന് ഇങ്ങനെ ചുറ്റി ചുറ്റി നടക്കായിരുന്നു. അപ്പൊ അമ്മാമ്മ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനായിട്ട് നമ്മള് ഫ്രണ്ടിലും ഒരു തൃക്കാക്കരപ്പന വെക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളവിടെ ഒരു വഴി പോലെയൊക്കെ സെറ്റ് ചെയ്യും. നെക്സ്റ്റ് പണി എന്താന്ന് വെച്ചാൽ ഞാൻ അമ്മാമ്മയും കൂടെ പൂക്കൾ ഇടാനായിട്ട് ഇരുന്നു. കുറച്ച് ടൈം എടുത്തു. അത്ര വലിയ പൂക്കളൊന്നുമല്ല. എന്നാലും ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പൊ അത്രേ ഉള്ളൂ. ഓക്കെ ബൈ.